ഈ വർഷം 2024 ഇഷ്ടം പോലെ നല്ല അനിമേസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷം അവസാനിച്ചിട്ടുണ്ട്. അനിമയാണെന്ന് എല്ലാ ഫ്രണ്ട്സിനും മറക്കാൻ പറ്റാത്തൊരു വർഷമാണിത്. വൺ പീസ്, ബ്ലീച്ച് പോലെ വലിയ വലിയ അനിമേസ് എല്ലാം ഈ വർഷം എയറിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ലാതെ പുതിയതായിട്ട് കുറെ അനിമേസും വന്ന് മാസീവ് ആയിട്ടൊരു സക്സസ് ആയിട്ടുണ്ട്. എല്ലാം കൊണ്ടും അനിമയാണെന്ന ഫ്രണ്ട്സിന് ഒരു ബെസ്റ്റ് ഇയർ ആണ് 2024. നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ അനിമ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോയിലൂടെ അടുത്ത വർഷം ഇറങ്ങാനിരിക്കുന്ന ബെസ്റ്റ് 5 അനിമേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. 250 ലൈക്സ് ആണ് ടാർഗറ്റ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നോക്കുന്നത് ചെയിൻസോ മാന്റെ മൂവിയാണ്. ഈ മൂവി തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. ചെയിൻസോ മാൻ സീസൺ 1 ഇറങ്ങിയ സമയത്ത് വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത് കുറെ പേരും അനിമ കാണാത്ത കുറെ പേരും ഈ ഒരു അനിമയെ എടുത്തിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഒരു ബെറ്റർ അനിമ ആയിരുന്നു ചെയിൻസോ മാൻ. അനിമേഷൻസും ക്യാരക്ടേഴ്സും പിന്നെ ആ ഒരു പ്ലോട്ടും എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. സീസൺ 1 വലിയൊരു സക്സസിന് ശേഷം പിന്നെ സീസൺ 2 പറ്റി വലുതായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ കുറെ നാൾക്ക് ശേഷം ഒരു വലിയ ലാഗിലാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. ഈ മൂവിന്റെ ടീസർ റിലീസ് ആയിട്ടുണ്ട്. അടുത്ത വർഷമാണ് ഈ പടം വരാൻ പോകുന്നത്. ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. ടീസർ ഒക്കെ കണ്ടതിന് ശേഷം നല്ല പ്രോമിസിംഗ് ആയിട്ടാണ് ഫീൽ ആയത്. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടുനോക്കാം. അടുത്തതായിട്ട് സോളോ ലെവലിംഗ് സീസൺ 2 ആണ്. ജനുവരി തന്നെ ഈ ഒരു സീരീസ് ഇറങ്ങും. 2024 ബെസ്റ്റ് ഡീബട്ട് അനിമ എന്ന് ഇതിനെ പറയാം. ഇറങ്ങിയ സമയത്ത് വലിയൊരു ഇമ്പാക്ട് തന്നെ ഈ ഒരു സോളോ ലെവലിംഗ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ക്രഞ്ചി റോൾസിലും കുറെ അവാർഡ്സ് വാരി കൂട്ടിയിട്ടുണ്ട്. ഈ അനിമയാണെങ്കിൽ മാൻവ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയാണ്. അതിന്റെ മാൻവയ്ക്ക് തന്നെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ സോളോ ലെവലിംഗിന്റെ സീസൺ 1 വലിയൊരു ഹിറ്റ് ആണ്. സീസൺ 2 അതുപോലെ ആവുമെന്നാണ് ഒരു പ്രതീക്ഷ. അടുത്തതായിട്ട് ജുജുത്സു കൈസൻ സീസൺ 3 അടുത്ത വർഷം തന്നെയാണ് ഇറങ്ങുന്നത്. ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും ഈ ഒരു അനിമ അടുത്ത വർഷം ഉറപ്പായിട്ട് ഇറങ്ങുമെന്ന് കുറെ ഇൻസൈറ്റും പറയുന്നുണ്ട്. JJK അനിമയ്ക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. എന്തായാലും ഈ ഒരു അനിമ വലിയൊരു സക്സസ് തന്നെയായിരിക്കും. അടുത്തതായിട്ട് ദ OG അനിമ ആയിട്ടുള്ള വൺ പഞ്ച് മാൻ സീസൺ 3 അടുത്ത വർഷമാണ് ഇറങ്ങാൻ പോകുന്നത്. കുറെ ഫ്രണ്ട്സും ഈ അനിമയെ പറ്റി മറന്നു തന്നെ പോയി കാണും. വലിയൊരു ബ്രേക്കാണ് ഈ അനിമയെ ഇപ്പൊ എടുത്തേക്കുന്നത്. സീസൺ 2 ഇറങ്ങിയിട്ട് ഇവർ വലിയൊരു ഗ്യാപ്പ് എടുത്ത് 4-5 വർഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ സീസൺ 3 ഇറക്കുന്നത്. 2019 ജൂലൈയിലായിരുന്നു സീസൺ 2 ഇറക്കിയിരുന്നത്. ഇത്രയൊക്കെ ഡിലേ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ച് സീസൺ 3 കൊണ്ടുവരത്തില്ലെന്ന്. പക്ഷേ അവർ ഫൈനലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ട്. ഈ അനിമേറ്റ് ചെയ്യുന്ന അനിമേറ്റേഴ്സ് ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഓവർ വർക്ക് കാരണം റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ വർക്കും പ്രൊഡക്ഷനും ഇല്ല നല്ലപോലെ അഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇത് തിരിച്ച് ഒന്നുകൂടെ വർക്ക് ചെയ്ത് കൊണ്ടുവന്നത്. എന്തൊക്കെയാണെങ്കിലും കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അടുത്ത വർഷം എന്തായാലും ഈ ഒരു അനിമ നമുക്ക് കാണാം. ആൻഡ് അടുത്തതായിട്ട് ഒരു ന്യൂജൻ അനിമയാണ് വിൻഡ് ബ്രേക്കർ സീസൺ 2 അടുത്ത വർഷം ഏപ്രിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 2024 ഇഷ്ടം പോലെ ന്യൂജൻ അനിമയെ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു അനിമയാണ് വിൻഡ് ബ്രേക്കർ. അനിമെ ഫാൻസിനിടയിൽ വലിയൊരു സക്സസ് തന്നെയായിരുന്നു വിൻഡ് ബ്രേക്കർ അനിമെ. ടോക്കിയോ റെവഞ്ചേഴ്സിന് ശേഷം പിന്നെ ഒരു ഗാങ്സ്റ്റർ ഫൈറ്റ് അങ്ങനെ വൈബുള്ള ഒരു അനിമയായിട്ട് നമുക്ക് ഇതാണ് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അനിമയ്ക്ക് വേണ്ടിയും കട്ട വെയിറ്റിംഗ് ആണ്. ആൻഡ് അവസാനമായിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ അനിമയ്ക്കായിരിക്കും. ഡീമൺ സ്ലെയർ സീസൺ 5 2025 3 പടമായിട്ട് ഇറക്കുമെന്നാണ് ഇവർ ലാസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു ടീസറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഏത് ഡേറ്റിലാണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. റീസെന്റ് ആയിട്ട് ജംപ് ഫെസ്റ്റ് എന്ന അനിമെ ഫാൻസിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കിയുള്ള അനിമേസ് എല്ലാം അവരുടെ റിലീസ് ഡേറ്റും അനിമേസിനെ പറ്റി കുറെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡീമൺ സ്ലെയർ മാത്രം ഒന്നും വേണ്ടിയിട്ടില്ല. ഫാൻസ് എല്ലാവരും സീസൺ 4 കണ്ടതിന് ശേഷം കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും അടുത്ത വർഷം കണ്ടറിയാം. എന്തായാലും അടുത്ത വർഷം തന്നെ ഇറങ്ങും. ഇത് മാത്രമല്ലാതെ ഇനിയും കുറെ അനിമേസ് ഇറങ്ങാനുണ്ട്. ബൊറൂട്ടോ, മൈ ഹീറോ അക്കാഡമിയ, ഹെൽപ്പ് പാരഡൈസ് ഇങ്ങനെ കുറെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യുക. ഒരു 100 കമന്റ് വരുവാണെങ്കിൽ ആ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യാം.